ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറൽ എവിഡൻസസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഫിഷർ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ഈ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഫിഷർ റെപ്രസെൻറ്റേഷൻ ഫോർ ഗ്ലൂക്കോസ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു OH ഗ്രൂപ്പ് ഉണ്ട്, അത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അതായത് C ഡബിൾ ബോണ്ട് കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്, ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. പിന്നെ അതുപോലെ തന്നെ 5 OH ഗ്രൂപ്പുകളുണ്ട്. ഈ 5 OH ഗ്രൂപ്പും ഡിഫറെൻറ്റ് കാർബൺ ആറ്റത്തിലാണ്. പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പാണ്, അതിൽ പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ രീതിയിലാണ് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഗ്ലൂക്കോണിക് ആസിഡിൻ്റെ സ്ട്രക്ചറും ഇത് സക്കാരിക് ആസിഡിൻ്റെ സ്ട്രക്ചറുമാണ്. ഇനി നമ്മൾ എന്താ ചെയ്തത്, ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് D+ ഗ്ലൂക്കോസ് എന്നാണ് എഴുതുക നമ്മൾ. അപ്പോൾ അതിൽ ഈ D എന്നുള്ളത് ഇതിൻ്റെ കോൺഫിഗറേഷനും ഈ പ്ലസ് എന്നുള്ളത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യണത്. റൈറ്റിലേക്കാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയും. അതിനെയാണ് നമ്മൾ പ്ലസ് സൈൻ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ലീവോ റൊട്ടേറ്ററി എന്ന് പറയും. അതിനെ മൈനസ് സൈൻ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ D+ ഗ്ലൂക്കോസ് എന്നത് D എന്നത് അതിൻ്റെ കോൺഫിഗറേഷനും പ്ലസ് സൈൻ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ് എന്നുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ D&L നൊട്ടേഷൻ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. നമ്മൾ ഗ്ലൂക്കോസിൻ്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ കാണിച്ചതാണ്. അതിൻ്റെ ആക്ച്വൽ നെയിം എന്താണെന്ന് പറഞ്ഞത് D+ ഗ്ലൂക്കോസ് എന്നാണെന്ന് പറഞ്ഞു. അതിൽ D എന്ന് പറയുന്നത് ഈ D അല്ലെങ്കിൽ L, D&L നൊട്ടേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് D&L നൊട്ടേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലിസറാൾഡിഹൈഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് D&L നൊട്ടേഷൻ എഴുതുക. അപ്പോൾ ഗ്ലിസറാൾഡിഹൈഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, CHO OH CHOH CH2OH. ഇതാണ് ഗ്ലിസറാൾഡിഹൈഡിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ OH ആദ്യം ആൽഡിഹൈഡ് ഗ്രൂപ്പ്, താഴെ CH2OH, രണ്ടാമതുള്ള ഈ കാർബണിലത്തെ OH ഗ്രൂപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലാവാം, അല്ലെങ്കിൽ എന്താവാം ഈ രണ്ടാമത്തെ കാർബണിലുള്ള OH ഗ്രൂപ്പ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ D ഫോം ആണോ L ഫോം ആണോ എന്ന് റെപ്രസെൻ്റ് ചെയ്യണത്. ഈ കാർബണിലത്തെ OH ഗ്രൂപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ അതിനെ നമ്മൾ D ഫോം എന്നും, ഇവിടുത്തെ OH ഗ്രൂപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ അതിനെ L ഫോം എന്നുമാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഡി ഗ്ലിസറാൾഡിഹൈഡ് അല്ലെങ്കിൽ ഡി ഗ്ലിസറാൾഡിഹൈഡ് ആണിത്. ഈ ഡി ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയാൻ കാരണം ഇവിടുത്തെ OH ഗ്രൂപ്പ്, ഇത് ഈ കാർബണിലുള്ള OH ഗ്രൂപ്പ്, അതായത് താഴത്തെ CH2OHൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന കാർബണിലുള്ള OH ഗ്രൂപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. അപ്പോൾ CH2OH താഴത്തെ കാർബണിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന കാർബണിലുള്ള OH ഗ്രൂപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ അത് ഡി ഗ്ലിസറാൾഡിഹൈഡ് ആണ്, ഡി ഫോം ആണ്, ഡി ഗ്ലിസറാൾഡിഹൈഡ് ആണ്. അപ്പോൾ നമുക്കതിനെ ഡി ഗ്ലിസറാൾഡിഹൈഡ് എന്ന് തന്നെ എഴുതാം, ഡി ഗ്ലിസറാൾഡിഹൈഡ്. ഇനി ഇതിൽ OH ഗ്രൂപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്, അതുകൊണ്ട് ഇത് L ഗ്ലിസറാൾഡിഹൈഡ് ആണ്. ഇനി നമുക്ക് ഗ്ലൂക്കോസിൽ എങ്ങനെയാണ് ഡി ഫോമും എൽ ഫോമും വന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ ഏറ്റവും താഴത്ത് കിടക്കുന്ന കാർബണിൻ്റെ തൊട്ട് മുകളിൽ ഫിഷർ റെപ്രസെൻറ്റേഷനിൽ എഴുതണം. ഇങ്ങനെ എഴുതുന്ന റെപ്രസെൻറ്റേഷനാണ് ഫിഷർ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ ഫിഷർ നൊട്ടേഷനിൽ നമ്മൾ സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെ കിടക്കുന്ന ഈ CH2 പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ CH2OHൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന കാർബണിലുള്ള OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഡി ഫോം ആണോ എൽ ഫോം ആണോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ കാർബണിൽ OH ഗ്രൂപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലായതുകൊണ്ട് ഇത് ഡി ഗ്ലൂക്കോസ് ആണ്. ഇത് ഗ്ലിസറാൾഡിഹൈഡ് അല്ല, ഇത് ഗ്ലൂക്കോസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത് ഡി ഗ്ലൂക്കോസ് ആണ്. ഡി ഗ്ലിസറാൾഡിഹൈഡുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നത് ഡി ഗ്ലൂക്കോസ്, അതായത് ഈ താഴത്തുള്ള കാർബണിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന കാർബണിലുള്ള OH ഗ്രൂപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നതാണ് ഡി ഗ്ലൂക്കോസ്. ഇനി ഈ OH ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലായിരുന്നുവെങ്കിൽ അതിനെ എൽ ഫോം അല്ലെങ്കിൽ എൽ ഗ്ലൂക്കോസ് എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പ്ലസ് നൊട്ടേഷൻ എന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞത്, ഈ പ്ലസ് നൊട്ടേഷൻ സിഗ്നിഫൈ ചെയ്യുന്നത് നമുക്കറിയാം ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. ഇങ്ങനെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന് എന്തുണ്ട്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്.
അപ്പോൾ ഏത് കോമ്പൗണ്ട്സ് ആണോ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യണത് അത്തരം കോമ്പൗണ്ട്സിനെ നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയും. ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഈ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ പ്ലസ് എന്നുള്ള സൈൻ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഡെക്സ്ട്രോ റൊട്ടേറ്ററി പ്ലസ് എന്നുള്ള സൈൻ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്ലസ് സൈൻ ഡിനോട്ട് ചെയ്യണത് ഇത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. നമ്മൾ പറഞ്ഞു എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഈ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഈ കാർബോഹൈഡ്രേറ്റ് എന്താണ്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യണു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലസ് എന്നുള്ള ഈ ഒരു സൈന് കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡി പ്ലസ് ഗ്ലൂക്കോസ്. അപ്പോൾ ഇതിന്ന് ഡി എന്ന് പറയുന്നത് ഡി ഗ്ലിസറാൾഡിഹൈഡുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നു. അപ്പോൾ ഡി ഫോം ആണിത്. അതുപോലെ തന്നെ പ്ലസ് സൈന് കാണിക്കുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുന്ന ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയും. ഇനി ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യിക്കുകയെങ്കിലോ അതിനെ ലെയ്വോ റൊട്ടേറ്ററി എന്ന് പറയും. ലെയ്വോ റൊട്ടേറ്ററി. ലെയ്വോ റൊട്ടേറ്ററിയെ നമ്മൾ ഇങ്ങനെ മൈനസ് സൈന് വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ ഏത് കോമ്പൗണ്ടിലാണോ, ഏത് കോമ്പൗണ്ട്സ് ആണോ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണോ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് അത്തരം കോമ്പൗണ്ട്സ് ലെയ്വോ റൊട്ടേറ്ററി ആണ്. ഗ്ലൂക്കോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. അപ്പോൾ ഇങ്ങനെ ഈ ഡി എൽ ഫോമും പ്ലസ് മൈനസ് ഇങ്ങനെയുള്ള ഈ നെയിമിൻ്റെ കൂടെ തന്നെ ഇത് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറാണ്. പക്ഷേ ഗ്ലൂക്കോസിനെ നെയിം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതുമ്പോൾ, ഗ്ലൂക്കോസിൻ്റെ നെയിം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഡി പ്ലസ് എന്നുള്ള ഈ ഭാഗങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അതിൽ ഡി എന്ന് കാണിക്കുന്നത് ഇതിൻ്റെ കോൺഫിഗറേഷൻ ഡി ആണോ എൽ ആണോ, ഡി ഗ്ലിസറാൾഡിഹൈഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ എൽ ഗ്ലിസറാൾഡിഹൈഡിനോടാണോ സിമിലാരിറ്റി കാണിക്കുന്നത് എന്നുള്ള അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡി എൽ എന്നുള്ള നൊട്ടേഷൻ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ പ്ലസ് മൈനസ് എന്ന് കാണിക്കുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലസ് മൈനസ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് ഡി ഫോമാണ്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്.